ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അഫ്സാസ് ഫുഡ്. ഇന്ന് പ്രോൺസ് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് റെഡിയാക്കുന്നത്. ഈ ഒരു റെസിപ്പിയുടെ പേര് ബട്ടർഫ്ലൈ പ്രോൺസ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് പ്രോൺസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. തോടൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കറുത്ത നാര് കൂടി ഒന്ന് എടുത്ത് കളയണം. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. നമ്മുടെ പ്രോൺസ് എല്ലാം റെഡിയാക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ പ്രോൺസിൻ്റെ മിഡിലിൽ നമ്മൾ കത്തി വെച്ചിട്ട് ഒന്ന് വിടർത്തി എടുക്കണം. അത് വിടർത്തി എടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മസാലകളാണ് പറയുന്നത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ലാസ്റ്റായിട്ട് ഒരു നാരങ്ങ കൂടി വേണം. ഇനി പ്രോൺസിലേക്ക് ഈ മസാലകളൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കാം. മസാലകളൊക്കെ ഇതിൽ പിടിപ്പിച്ചതിന് ശേഷം 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിലേക്ക് വേണ്ടുന്ന കോട്ടിംഗ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഗാർലിക് പൗഡർ, കുരുമുളക് പൊടി ഇത് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ 1 മുട്ട പൊട്ടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ബ്രെഡ് ക്രംസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി റെസ്റ്റ് ചെയ്ത് വെച്ച പ്രൗൺസ് ഈ ഒരു മിക്സിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം മൈദയിൽ മുക്കുക, പിന്നെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുക. ഈ ഒരു പ്രോസസ്സ് ഒരു തവണ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കുക. ടോട്ടൽ 2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. റെഡി ആയിട്ടുണ്ട്. ഇനി 1 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ പ്രോൺസ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മണാണ് ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ. വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.